ഞാൻ സംബന്ധിച്ചായിരുന്നു ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടോ, അതായത് ബ്ലാക്ക് ബേസിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. എന്തൊരു പ്രത്യേക ഭംഗിയുള്ള ഐറ്റോട്ടോ, പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ. ഫ്രണ്ട് പോർഷനിൽ ഒരു ആപ്ലിക് പോലത്തെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. കുറേ നല്ല ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം. എല്ലാം ബേസ് കളർ ബ്ലാക്ക് തന്നെയാണ്, അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ചിങ് കൊടുത്തേക്കുന്നേ ഉള്ളൂ. എല്ലാം നല്ല കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് കളർ ഇതാണ്, നമ്മുടെ ഡാർക്കർ എന്താ പറയുക, ലാവൻഡറും ആ ഒരു ഒനിയൻ പിങ്ക് കൂടെ മിക്സറായിട്ട് ആ ഒരു ടൈപ്പ് കളറാണ്. എല്ലാം എനിക്ക് തോന്നുന്നു കൂടുതലും ആ ടൈപ്പ് ഷെയ്ഡ്സാണ് കൂടുതൽ വന്നിരിക്കുന്നത്. എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കൂടുതൽ ആ ഒരു ഷെയ്ഡ്സ് ആണല്ലോ, അതുകൊണ്ട് കൂടുതലെണ്ണം ആ ടൈപ്പ് കളേഴ്സാണ്. ഫസ്റ്റ് കളർ കണ്ടല്ലോ, നല്ല ഫാബ്രിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്, കാണാനും അടിപൊളിയാണ്, വില കൊണ്ടാണല്ലോ അഫോർഡബിളാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, നമ്പർ AJ 114, റേറ്റ് 1390 രൂപയുള്ളൂ, 1390. രണ്ടാമത്തെ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ തന്നെ കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ്. ഇതൊരു പിങ്കിഷ് പീച്ച് എന്ന് പറയും. പീച്ചല്ല, പിങ്ക് തന്നെയാണ്, നല്ല കളറാണ് കേട്ടോ. എല്ലാം നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്ന ദുപ്പട്ടയാണ്. ഫുൾ ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞു പോയോ, ഇതാട്ടോ. പിന്നെ ഫ്രണ്ട് പോർഷനിൽ സെയിം തന്നെ സ്ക്വയർ പാറ്റേൺ ഡിസൈനും, പിന്നെ കുറച്ചൊരു ഗ്ലാസ് വർക്ക്, ഒറിജിനൽ ഗ്ലാസ് വർക്കാണ്, പിന്നെ ഒരു ത്രെഡിൻ്റെ ഡിസൈനും പോയിട്ടുണ്ട്. മെറ്റീരിയൽ നമുക്ക് ആ ഒരു സെമി സിൽക്കിൻ്റെ പാറ്റേൺ തന്നെ, നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, വാഷ് ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഗ്ലാസ് വർക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, നമ്പർ AJ 115, റേറ്റ് 1390. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആട്ടോ. നമ്മുടെ നോർമൽ ഗ്രീൻ അല്ല, ഒരു യെല്ലോ മിക്സഡ് ഗ്രീൻ കളറില്ലേ, ലീഫ് ഗ്രീൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു ടൈപ്പ് കളറാണ്. അടിപൊളി കേട്ടോ, എല്ലാം ബ്ലാക്കിൻ്റെ കൂടെ ഭയങ്കര അടിപൊളി, നല്ല ഷെയ്ഡ്സാണ് എല്ലാം കാണാൻ. ഇതിങ്ങനെ ലേസോക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടോ. ഈ പ്രൈസിന് ഭയങ്കര വേർത്താണ്, കാരണം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു 1700 മുകളിൽ റേഞ്ച് പറയുന്ന ഒരു ഐറ്റമാണ്. അത്രയും നല്ല ഫാബ്രിക്കും എല്ലാം കൊണ്ട് നല്ല ഐറ്റമാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, എല്ലാം കൂടിയ ഫാബ്രിക്കാണ് വെച്ചേക്കുന്നത്, നോർമൽ സാറ്റിനല്ല, അതിൻ്റെ കൂടിയ മെറ്റീരിയൽ. നമ്പർ വരുന്നത് AJ 113, റേറ്റ് 1390. ഷെയ്ഡ് ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ കാണിച്ചില്ലേ, ഏകദേശം ആ കളറുമായിട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതിനൊരു ലാവണ്ടർ ടോണാണ് കുറച്ച് കൂടുതൽ വരുന്നത്, ബാക്കിയെല്ലാം സെയിം ആട്ടോ. അടിപൊളി കളേഴ്സ് അല്ലേ. പിന്നെ നമ്പർ AJ 112, റേറ്റ് 1390. അടുത്ത ഷെയ്ഡ് ഇതും നല്ല ബ്യൂട്ടിഫുൾ പീച്ച് കളറാണ്. പീച്ചിൻ്റെ ഭയങ്കര അടിപൊളി ഒരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഇതിനും വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ വർക്കും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. തയ്ച്ച് വരുമ്പോൾ ഇതിലും ഭംഗിയായിരിക്കും കേട്ടോ, നല്ല രസമായിട്ട് ആ യോക്ക് പോർഷൻ നിൽക്കും. ആ ഒരു സ്ക്വയർ പോലത്തെ ഡിസൈൻ്റെ ആ ഒരു ഭംഗി എന്തായാലും ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, ധൈര്യമായിട്ടെടുത്തോ, ഒരു പ്രശ്നമില്ല ഈ മെറ്റീരിയൽ. ബോട്ടം വരുന്നത് ഈ ഒരു ബ്ലാക്കിൻ്റെ തന്നെ, നമുക്ക് ആ ഒരു സാറ്റിൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ കളർ ചെറിയൊരു വ്യത്യാസം വരും, തയ്ച്ചിടുമ്പോൾ അറിയൊന്നുമില്ല കേട്ടോ. നമ്പർ AJ 116, റേറ്റ് 1390. ഇതിലെ ലാസ്റ്റ് കളർ ഇതാ കേട്ടോ, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. ചിലർക്കൊക്കെ ഇതൊരു ബ്ലൂ പോലെ കാണിക്കുമായിരിക്കും, എന്ന് വെച്ചാൽ ബ്ലൂ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്താൽ മതി. പക്ഷേ ബേസിക്കലി നമുക്കിത് കാണുമ്പം ഗ്രീൻ്റെ ഒരു ടോണിലോട്ടാണ് കൂടുതൽ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് കണക്കൂട്ടി എടുക്കാവുള്ളൂ. ഗ്രീനിഷ് ബ്ലൂ ആണേ, ഭയങ്കര ബ്ലൂ അല്ല, ഗ്രീൻ മിക്സർ കളർ തന്നെയാണ്. ഗ്രീൻ തന്നെ നമുക്ക് പിന്നെയും പറയാൻ തോന്നുന്നു കേട്ടോ, നേരിട്ട് കാണുമ്പം. നോർമൽ ഗ്രീൻ അല്ല, സീ ഗ്രീൻ്റെ ഒക്കെ ആ ടൈപ്പ് ഒരു ഷെയ്ഡ്, നല്ല കളർ കോമ്പിനേഷനാണ്. നമുക്ക് എന്തായാലും കാണുമ്പം നമുക്ക് ഇട്ട് കഴിഞ്ഞാലും ഒക്കെ ഭയങ്കര എടുപ്പുള്ളൊരു കളർ തന്നെയാണ്, ബ്ലൂ അല്ലാന്നേ ഉള്ളൂ. ബോട്ടം വരുന്നത് സെയിം കളർ, നമ്പർ AJ 117, റേറ്റ് 1390.